നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി കോംബോ ആയിട്ടാണ്. അതായത് എന്റെ അച്ഛന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മടക്ക് ചപ്പാത്തി, അതിന്റെ കൂട്ടത്തിൽ കൂടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദാൽ ഫ്രൈ. ദാൽ ഫ്രൈ എന്ന് പറയുമ്പോൾ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഫ്രൈ അല്ല കേട്ടോ, കറിയാണ്. പക്ഷെ അവർ ദാൽ ഫ്രൈ തന്നെ പറയാം. അതേപോലെ തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഗോബി 65. അപ്പൊ ഇത് മൂന്ന് അടിപൊളി കോമ്പിനേഷൻ ആണ്. കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാം, അതുപോലെ തന്നെ കെട്ടിയവന്മാർക്ക് ഓഫീസിലോട്ട് കൊടുത്തുവിടാം. അപ്പോൾ ഈ വളരെ ഈസി ആയിട്ടുള്ള കോമ്പിനേഷൻ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ കോമ്പിനേഷൻസ് കുറെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായി കോമ്പിനേഷൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് കോംബോ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് മടക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, പിന്നെ ദാൽ ഫ്രൈ, ഗോബി 65, പിന്നെ അച്ചാറ് ആസ് യൂഷ്വൽ ഒരു സാലഡ് പോലെ റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മടക്ക് ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ സ്പെഷ്യലാണ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചിരിക്കുന്നത് അച്ഛൻ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസ് ഉരുള നമുക്ക് എടുക്കാം. നമുക്ക് പലയിലോട്ട് കുറച്ച് ആട്ട ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പരത്തി കൊടുക്കാം. ഇതുമ്മലും കുറച്ച് ആട്ട ഒന്ന് തൂക്കി കൊടുക്കാം. സാധാരണ ചപ്പാത്തിയുടെ ഉരുളേനേക്കാളും കുറച്ച് വലുതാക്കി എടുക്കണം. പിന്നെ വട്ടത്തിലായില്ല നീളത്തിലായില്ല എന്നും പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏകദേശം വട്ടം എന്ന് പറയാവുന്ന രൂപത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മടക്ക് ചപ്പാത്തി ആണെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പം ഇതിൽ ഈ ഒരു കോമ്പോയിൽ മടക്ക് ചപ്പാത്തി വേണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ ചപ്പാത്തി മതി, എണ്ണ ചേർക്കാത്ത ചപ്പാത്തി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൽ നെയ്യും ചേർക്കാം കേട്ടോ. ഓയിലിന് വരായിട്ട് നെയ്യാണ് പലവരും ചേർക്കാറുള്ളത്, തടവി കൊടുക്കാറുള്ളത്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ആട്ട ഒന്ന് തൂക്കി കൊടുക്കുക. അത് ലെയേഴ്സ് ഫോം ചെയ്യാനാണ് നമ്മൾ ആട്ട തൂക്കാൻ പറയുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മടക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ പോലെ ഉണ്ടാക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇതേപോലെ ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം പോലെ തോന്നുന്നത്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. എന്നിട്ട് ഇതുപോലെ വീണ്ടും മടക്കുക. എന്നിട്ട് നമുക്കിതങ്ങ് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അത്ര മതി. അപ്പോൾ നമ്മുടെ മടക്ക് ചപ്പാത്തി പരത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം പരത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്തേക്ക്. ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയിൽ തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇത് ചപ്പാത്തിക്ക് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന തവയാണ്. ഞങ്ങൾ വീട് മാറിയപ്പോൾ കണ്ടില്ലേ, തവയുടെ ഭാഗമൊക്കെ ഇങ്ങനെ വളഞ്ഞു പോയി. സാരമില്ല, പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട തവയാണ്. നമുക്കിത് തവ ചൂടാക്കാൻ വെക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായ തവയിലോട്ട് നമ്മുടെ ചപ്പാത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന് ഒരുപാട് തിക്നെസ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഒരുപാട് തിക്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളിൽ വേവില്ല, കുക്കാവില്ല. അതൊന്ന് ശ്രദ്ധിക്കണേ. ഒരു മിനിറ്റ് ആവുമ്പോഴേക്കിനൊന്ന് തിരിച്ചിടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഓയിലോ നെയ്യോ പരത്തി കൊടുക്കുക. വീണ്ടും തിരിച്ചിടാം. വീണ്ടും പരത്തി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ഗോൾഡ് കളർ സ്പോട്ട്സ് വരുന്ന വരെ, ചെറിയ ചെറിയ കുമിളകളൊക്കെ വരാൻ തുടങ്ങും. അത് വരെ നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ലെയേഴ്സ് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. പിന്നെ ഈ ചൂട് കൊണ്ട് തന്നെ ഇരുന്നിട്ട് ഉള്ളിലും കുക്കായിക്കോളൂ കേട്ടോ. ഓവറായിട്ട് കരിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയിട്ട് വരും. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ദാൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് കടലപ്പരിപ്പ്. അതേസമയം നിങ്ങളുടെ അടുത്ത് കടലപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പരിപ്പില്ലേ, നമ്മുടെ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ മൂങ് ദാൽ പരിപ്പ്, അല്ലെങ്കിൽ പിന്നെ എന്തിട്ടോ റെഡ് കളർ പരിപ്പില്ലേ, അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നിപ്പോൾ ഞാനിവിടെ ചെന്ന ദാലാണ് എടുത്തിരിക്കുന്നത്, കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 20 മിനിറ്റെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കരുത്. ഇത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പിന്റെ കൂട്ടത്തിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ആവാം കേട്ടോ. നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ, അത് ഓഫ് ചെയ്തിടാം. അതിനുശേഷം പ്രഷർ മാറിയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുക. പിന്നെ ഓരോ സ്ഥലത്ത് കിട്ടുന്ന പരിപ്പിൽ വ്യത്യാസം ഉണ്ടാവും, കുക്കിങ്ങിന്റെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി. നമുക്കിത് അടച്ചു വെക്കാം. 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ പരിപ്പ് 2 വിസിൽ കഴിഞ്ഞപ്പോൾ അതേ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, കുക്കായി ഉറപ്പ് വരുത്തുക. ഇനി നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് ഒരല്പം നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നെയ്യ് മാത്രമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഒരുപാടൊന്നും ഒഴിക്കണ്ട. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഓയിലും നെയ്യും ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക്
അല്പം ക്യൂമിൻ സീഡ്സ്, അതായത് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇതുപോലെ മൊത്തത്തിൽ ഇടാൻ താല്പര്യമില്ലെങ്കിൽ ജീരകത്തിന്റെ പൊടി അവസാനം ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയതായിട്ട് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അപ്പൊ ഇതിൽ ഇടുമ്പോൾ ഇനി കുറച്ചിട്ടാൽ മതി. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണേക്കാളും കൂടുതൽ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ജീരകത്തിന്റെ പൊടി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തി. ഇതൊരു നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കസൂരി മേത്തി. ഇപ്പൊ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ രീതി ചെയ്യണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ചേർക്കണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഗരം മസാല ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗരം മസാല വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിന്റെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് അതിലോട്ട് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്, തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റുക. പൊടികളിടുന്ന സമയത്ത് തീ കുറയ്ക്കണം കേട്ടോ, ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ പൊടികൾ അപ്പം തന്നെ കരിഞ്ഞു പോകും. അപ്പം ഇനി തക്കാളി ഒന്ന് നന്നായി കുക്കാവട്ടെ, അതിനുവേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കും, അടച്ചു വെക്കുക. അതിനുശേഷം നല്ലോണം ഇത് കുക്ക് ചെയ്യുക കേട്ടോ. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു അല്പം കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുക. അത് പക്ഷെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു അല്പം ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അതിൽ നോക്കിയപ്പോൾ കുറച്ച് കുറവാണ്, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഏത് പരിപ്പാണെങ്കിലും കേട്ടോ, രണ്ടും മിക്സ് ചെയ്ത് ഇടാട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് തൂരപ്പരിപ്പും കടലപ്പരിപ്പും മിക്സ് ചെയ്തിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ടി വരും, കാരണം രണ്ടിന്റെയും കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കടലപ്പരിപ്പ് വേവുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ തൂരപ്പരിപ്പ് ഇങ്ങനെ അലിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് 2 എണ്ണം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നന്നായി തിളപ്പിക്കുക, രുചി നോക്കാൻ മറക്കരുത്. ഒരുപാട് തിക്കാക്കരുത്, കാരണം ഇത് ഇരിക്കുമ്പോൾ പരിപ്പ് കറി എപ്പോഴും ഇരിക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് മാറും. അതുകൊണ്ട് ആദ്യമേ തന്നെ തിക്കാക്കി കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് ചെറിയ ലൂസായിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം. അപ്പൊ തണുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും കേട്ടോ. പിന്നെ പരിപ്പൊക്കെ നന്നായി കുക്കായി ഉറപ്പ് വരുത്തണേ, അല്ലെങ്കിൽ ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ കുക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതേസമയം ഓവറായി കുക്കാവാനും പാടില്ല. വേണമെങ്കിൽ ഒരു അല്പം ഇങ്ങനെ ഇച്ചിരി എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ കയ്യിലിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, ഓഫ് ചെയ്യാണ് കേട്ടോ. അതിലോട്ട് നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നാടൻ രീതിയിൽ വെക്കുകയാണെങ്കിൽ മല്ലിയുടെ ഇല വേണമെന്നില്ല, അതിന് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അല്പം കൂടി കസൂരി മേത്തി മിക്സ് ചെയ്യുക. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ദാൽ ഫ്രൈൻ്റെ സെയിം ടേസ്റ്റ് ആണ് കേട്ടോ, ഒരു മാറ്റില്ല. അതിനേക്കാളും ചിലപ്പോൾ ഗംഭീരാന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ലൂസാണ്, പക്ഷെ ഇരിക്കുമ്പോൾ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം തിക്കായിട്ട് വരുന്നത്. പിന്നെ ഒരല്പം ഗീ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ അവസാനമായിട്ട് ഒരു പച്ചമുളക് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തിടാം, ഒരു കിക്കിന് വേണ്ടിയിട്ട്. പരിപ്പേര് കഴിച്ചു നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവ് പോലെ തോന്നുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് അടുത്ത ഗോബി 65 എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇനി ഗോബി 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം കോളിഫ്ലവറിന്റെ പകുതി എടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. നമുക്ക് കുറച്ചു നേരം നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ കോളിഫ്ലവർ ഇട്ട് വെക്കുക കുറച്ചു നേരം. ഒരുപാടങ്ങ് വേവാൻ പാടില്ല, ഒരുപാടങ്ങ് കുക്ക് ആവാനില്ല, എന്നാലും ലൈറ്റ് ആയിട്ടൊന്ന് സോഫ്റ്റ് ആവണം. അതിനുശേഷം വാഷ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിന്റെ പീസസ് ആണ്. ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലോറൽസ് ആയിട്ട് മുറിച്ചാൽ മതി, എടുത്താൽ മതി. അപ്പൊ നമുക്കിത് മാറ്റി വെക്കാം. ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് അരിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ മൈദ അല്ലെങ്കിൽ ആട്ട 2.5 ടേബിൾ സ്പൂൺ. ചിലവർക്ക് മൈദ ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ആട്ട ഉപയോഗിക്കാം. ഇത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമുക്ക് 1.25 ടേബിൾ സ്പൂൺ. ഇതിന്റെ താഴെ ഞാൻ എല്ലാത്തിൻ്റെയും അളവ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ റവ നമുക്ക് 3/4 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില നൈസാക്കി അരിഞ്ഞത്, 1/2 ടീസ്പൂണോളം ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിലോട്ട് ലെമൺ ജ്യൂസ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ. അത് എരിവ് കുറവാണ്, അതേസമയം നല്ല കളറും ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഗരം മസാല നമുക്കൊരു 1/2 ടീസ്പൂൺ. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഞാനൊരു അല്പം നല്ലെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഓപ്ഷനിലാണ് കേട്ടോ. ഞാനിപ്പോൾ
സ്ഥിരം ചെയ്യാറുള്ളതാണ്. ഇതിലോട്ട് ഒരു ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പ്രത്യേക സ്വാദാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലോട്ട് ഒരല്പം കായം, ഞാൻ വീട്ടിൽ പൊടിച്ച കായം തന്നെയാണ്, 2 നുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് തെളിച്ച് കൊടുക്കാം കേട്ടോ. ഓവർ ബാറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാറ്റർ മാറി കിടക്കും, കോളിഫ്ലവർ തന്നെ ഇങ്ങനെ വിട്ടു പോരുന്നൊക്കെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ബാറ്റർ വരുന്ന പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇത്തിരിയും കൂടെ ഉപ്പാവാം, ബാക്കിയൊക്കെ കറക്റ്റാണ്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 20 മിനിറ്റ് എങ്കിലും അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് നാളെ ചെയ്യാനാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് 2 സൈഡും ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളിൽ നന്നായി കുക്കായി ഉറപ്പ് വരുത്തണേ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമുക്കതിന് ശേഷം ഇത് ഒരു അരിപ്പയിലോട്ട് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. പരിപ്പ് ദാൽ ഫ്രൈന്റെയും ഗോബി 65 കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം അതിൽ നോക്കിയാൽ മതി. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ്. ബാക്കിയുള്ളത് ഞാൻ നന്ദുക്ക് വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഫ്രൈ ചെയ്തത്. ആ സെയിം എണ്ണയിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും കറിവേപ്പില അതിന് മുകളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഈ എണ്ണയിലോട്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യാത്ത പച്ചമുളക് ഒരിക്കലും ഇടാൻ പാടില്ല, അത് പൊട്ടിത്തെറിക്കും. എപ്പോഴും ശ്രദ്ധിക്കണേ. അതും ഒന്നായി കഴിഞ്ഞാൽ എടുത്ത് മാറ്റി അതിന്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്, ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ദാബയിലും അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ പച്ചമുളക് പൂരിയൊക്കെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അവർ പച്ചമുളകും തരാറില്ലേ, മൊത്തത്തിലുള്ള പച്ചമുളക്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഒരു പച്ചമുളകിന് ഇതുപോലെ നടുകെ കീറണം, പക്ഷെ ഇവിടെ നിന്ന് കട്ടാവാൻ പാടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പച്ചമുളകാണ് അവർ ഉപയോഗിക്കുക, രണ്ടിൽ ചെറിയ പച്ചമുളക് ഉള്ളൂ. അപ്പൊ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇതേപോലെ തന്നെ ഒന്ന് ആയി വരുന്ന സമയത്ത് കോരി മാറ്റി വെക്കാം. ഓഫ് ചെയ്യാം. പച്ചമുളകിന്റെ പുറത്തൊരു വൈറ്റ് കളർ വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ഇടാം. ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ഉപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ചിലവർ ചാട്ട് മസാല ഇടും. ഞാൻ ചാട്ട് മസാല ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഉപ്പ് മാത്രം ജസ്റ്റ് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. ഇത്ര മതി. മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൂരിയുടെ കൂടെ ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ പച്ചമുളക് ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഒരു കുഞ്ഞു കടയുണ്ട് കരാമയിൽ, ഇപ്പോൾ പേരൊക്കെ മറന്നുപോയി, പണ്ട് പോയിരുന്നതാണേ. അപ്പോൾ അവിടെ ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അവർ ചാട്ട് മസാലയുടെ മണം എനിക്ക് എന്തോ ഇഷ്ടമില്ല, അതുകൊണ്ട് അത് ഞാൻ ചേർക്കാറില്ല. ഇങ്ങനെയാണ് അത് ആ റെസിപ്പി. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കുറച്ച് സലാഡിന് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ, കുറച്ച് ക്യാരറ്റ്, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുക്കുംബർ, പിന്നെ കുറച്ച് പാലക്കിന്റെ ഇല, ബേബി പാലക്ക് പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റും കുക്കുംബറും വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും മിക്സ് ചെയ്യാം. പക്ഷേ ഫ്രഷായി കഴിക്കണം താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ച് കുക്കുംബർ മാത്രം എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ചിലവർക്ക് ഫ്രഷായി കഴിക്കണം എന്നുള്ളവർ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ബാക്കിയെല്ലാം കൂടെ വെക്കാം. നമ്മളൊരു പ്ലേറ്റ് എടുക്കുക, അതിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം നമ്മുടെ ഫുഡ്. നമ്മുടെ പരിപ്പ് കറി കണ്ട തിക്നെസ് ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു തിക്നെസ് ആണ് ടേസ്റ്റ്. ഒരുപാട് കുറുകി കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവില്ല, അതേസമയം ഒരുപാട് വെള്ളം പോലെ ആയാലും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഒരു കട്ടോരിയിലോട്ട് മാറ്റാം കേട്ടോ. പ്ലേറ്റിലോട്ട് ഗോബി 65 അതേപോലെ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അത് റെഡി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെമന്റെ വെഡ്ജ് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിൽ പക്ഷെ അത്യാവശ്യം പുളി ഉണ്ട്. മടക്ക ചപ്പാത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ സലാഡ് വെച്ച് കൊടുക്കാം. ഇവിടെ വന്നപ്പോഴൊക്കെ ഇങ്ങനെ ഈ പച്ചലയൊക്കെ ഇങ്ങനെ തിന്നൊന്ന് മനസ്സിലായത്. പിന്നെ ഞാനിവിടെ നമ്മുടെ പച്ചമുളകില്ലേ, ഫ്രൈ ചെയ്ത പച്ചമുളക്, അത് ഇതിൽ സൈഡിൽ വെച്ച് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിക്കിളും വെച്ച് കൊടുക്കാം. കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയ ആന്ധ്ര പിക്കിളില്ലേ, അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാർ എങ്ങനെ സെർവ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ. ആ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ആന്ധ്ര അച്ചാർ, ഇപ്പം നോർത്ത് ഇന്ത്യൻ അച്ചാറാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. പിന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് എന്താണ്, നല്ല കട്ട തൈര്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കോംബോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. സിമ്പിൾ ആൻഡ് യമ്മിയാണ്. ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മതി. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കോംബോസും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്